അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ ആയിഷത റളിയല്ലാഹു അൻഹാ ഖാലത്ത് സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ വറഖത ഫഖാലത്ത് ലഹു ഖദീജ ഇന്നഹു കാന സദഖക വലകിന്നഹു മാത ഖബല അൻ തൽഹറ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉരീതുഹു ഫിൽ മനാമി വഅലൈഹി സിയാബുൻ ബയാദുൻ വലൗ കാന മിൻ അഹ്ലിൻ നാരി ലകാന അലൈഹി ലിബാസുൻ ഗൈറു ദാലിക. റവാഹു തുർമദി. പ്രിയപ്പെട്ട റിയാദുസ് സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, മരണപ്പെട്ടു പോയ വ്യക്തിയെ ആരായിരിക്കട്ടെ അവർ വെള്ളവസ്ത്രം ധരിച്ച് നിൽക്കുന്നതായി സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം? ഇമാം തുർമദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ബീബി ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഹദീസ് നിവേദനം. അവിടുന്ന് പറയുന്നു, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു അൻ വറഖത. വറഖത്ത് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് പൂർവിക ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് ഇസ്ലാമികമായിട്ട് പഠിച്ച് അധികം ഉണ്ടായ ഒരു പണ്ഡിതനായിരുന്നു വറഖത്ത് എന്ന ആൾ. ഫഖാലത്തു ലഹു ഖദീജ. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നഹു കാന സദഖക വലാകിന്നഹു മാത ഖബല അൻ തൽഹറ. നബിയെ, അദ്ദേഹം അങ്ങേക്കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, അദ്ദേഹം വിശ്വസിക്കുമായിരുന്നു, എങ്കിലും അദ്ദേഹം തങ്ങൾ വെളിവാകുന്നതിൻ്റെ മുമ്പ്, തങ്ങൾ നബിയായി പ്രബോധനം ചെയ്യുന്നതിൻ്റെ മുമ്പ്, തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു പോയിരിക്കുന്നു നബിയെ. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇപ്പോൾ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ തങ്ങളെ കൊണ്ട് അദ്ദേഹം വിശ്വസിക്കുമായിരുന്നു എന്ന് ഖദീജ ബീബി പറയുകയുണ്ടായി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ പറഞ്ഞു, ഉരീതുഹു ഫിൽ മനാമി. അദ്ദേഹത്തെ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. ഉറക്കത്തിൽ ഈ വറഖത്ത് എന്ന് പറയുന്ന ഈ പണ്ഡിതനെ ഞാൻ കണ്ടിരിക്കുന്നു, സ്വപ്നം കണ്ടിരിക്കുന്നു. വഅലൈഹി സിയാബുൻ ബയാദുൻ. അദ്ദേഹം വെള്ള വസ്ത്രം ധരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം വെള്ള വസ്ത്രം ധരിച്ച നിലയിൽ അദ്ദേഹത്തെ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. വലൗ കാന മിൻ അഹ്ലിൻ നാരി ലകാന അലൈഹി ലിബാസുൻ ഗൈറു ദാലിക. അദ്ദേഹം നരകാവകാശിയാണെങ്കിൽ ആ വെള്ള വസ്ത്രം അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. വെള്ള വസ്ത്രം ധരിച്ചതുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മരണപ്പെട്ട ആള് അവര് വെള്ള വസ്ത്രം ധരിച്ച് നിൽക്കുന്നതായി സ്വപ്നം കണ്ടാൽ അവര് നല്ല രീതിയിലാണ് ഖബറിലുള്ളത്, അവര് സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വപ്നം കാണേണ്ട സമയവും അതിൻ്റെ സാഹചര്യവും എല്ലാം നോക്കണം. അതിനെക്കുറിച്ച് എപ്പോൾ കണ്ടാലാണ് നല്ല സ്വപ്നമാകുക എന്നതിനെക്കുറിച്ച് ഈ ഹദീസ് ക്ലാസ് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. കേൾക്കാത്തവർ അത് കേൾക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, വെള്ളവസ്ത്രം ധരിച്ച് ഒരാൾ നിൽക്കുന്നതായി, മരണപ്പെട്ടു പോയ ആൾക്കാർ നിൽക്കുന്നതായി സ്വപ്നം കണ്ടാൽ അയാൾ നല്ല രീതിയിൽ ആയിരിക്കും. അള്ളാഹു താല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഖബറുകളൊക്കെ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.